ആക്സിഡന്റ് വെച്ച് പ്രഷർ അടിച്ച് വീണു. എത്ര വർഷം? 10 മാസമായി നടക്കില്ലായിരുന്നു. നടന്ന ഈശോ എന്ന് പറയാം. എന്നെ സുഖപ്പെടുത്തുന്നതിന് നന്ദി പറയുന്നു. കാലെടുത്ത് വെച്ചാണ് കൈയെടുത്ത് നടന്നോ? ഞാൻ പഠിച്ചിട്ടുണ്ട്. നടന്നോ? നടന്നോ? എന്റെ മുഖത്ത് വെച്ച് നടക്കും. നടന്നോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, നേരത്തെ ഇത്ര നേരം എനിക്ക് നിൽക്കുമായിരുന്നു. വാക്കർ പിടിച്ചാൽ നിൽക്കും. ഇപ്പൊ പിടിക്കുന്നില്ല. അല്ലാതെ നിന്നോ? നിൽക്കാം. വീഴില്ല. പറ, ഈശോയെ എന്നെ ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കുന്നതിന് നന്ദി പറയുന്നു. രണ്ട് കയ്യിൽ ഉയർത്തിപ്പിടിച്ചോ. കൈ ഉയർത്തിപ്പിടിച്ചോ. കൈ ഉയർത്തി. അല്ല പിടിക്കണ്ട ഇവിടെ. കൈ ഉയർത്തിക്കോ. കൈ ഉയർത്താൻ ശ്രമിച്ച്. അനങ്ങുന്നുണ്ട്. ഉയർത്തിക്കോ. ബുദ്ധിമുട്ടാണ്. നടന്നോ? നടന്നോ? പണി വേണ്ട. നടന്നോ? നടന്നോ? തിരിച്ചോ. നടന്നോ? കൈയടിച്ച് അമ്മയ്ക്ക് നേരത്തെ ഇങ്ങനെ പഠിക്കാൻ പറ്റുമായിരുന്നു. പറ്റില്ല. നിങ്ങൾ പഠിക്കണ്ട. ഒന്നുമില്ല, പേടിക്കണ്ട. കർത്താവ് ഇങ്ങനെ ഒരു സന്ദേശം നൽകിക്കൊണ്ടിരിക്കുകയാണ്. കൈ ഉയർത്താൻ ബുദ്ധിമുട്ടുള്ള വ്യക്തിയെ ശക്തിപ്പെടുത്തുന്നതാണ് സന്ദേശം നൽകിയത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഈ അമ്മയാണ് കർത്താവ് ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ അമ്മയ്ക്ക് കാലിന് ബലം കിട്ടുന്നുണ്ട്. ആ കാലത്ത് കുടഞ്ഞ അമ്മ ഞാൻ പിടിച്ചിട്ടുണ്ട്. നന്നായിട്ട് ചേച്ചി ഒന്ന് ശരീരത്തിൽ പിടിച്ചോ. ആ കാലം കുടഞ്ഞു. ആ കാലിന് മരവിപ്പുണ്ടായിരുന്നു. തൊട്ട് അറിയില്ലായിരുന്നു. ഒന്ന് തൊട്ട് നോക്കിയപ്പോ ചേച്ചി ഒന്ന് ആ കാലം തൊട്ട് അറിയാൻ പറ്റുന്നുണ്ടോ? അറിയാൻ പറ്റുന്നു. 10 മാസമായിട്ട് തൊട്ടാൽ പോലും അറിയില്ല. സ്പർശന ശേഷി ഇല്ലാതിരുന്നാണ്. ഇപ്പൊ തൊട്ട് അറിയുന്നുണ്ട്. ഒന്ന് ചെറുതായിട്ട് ഒന്ന് നോക്കി ചേച്ചി. അറിയുന്നുണ്ട്. വേദനയുണ്ട്. നേരത്തെ വേദന ഇല്ലായിരുന്നു, അറിയില്ലായിരുന്നു. പക്ഷെ 10 മാസമായിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടാണ്. ഇപ്പോ തൊട്ടാൽ അറിയാൻ പറ്റുന്നുണ്ട്. സ്പർശനശേഷി തുള്ളിയപ്പോ വേദന അറിയുന്നുണ്ട്. കരങ്ങൾ ഉയർത്തി കരങ്ങളടിച്ച് ഈ അമ്മ നേരത്തെ കാണുന്നത് കാല് ഇങ്ങനെ വലിച്ചു വരച്ചേക്കുന്നത്, പൊക്കി വെക്കില്ല. വെക്കില്ല. ഓക്കെ. ഇപ്പൊ അമ്മ നടക്കുന്ന അവസരത്തിൽ നടന്നോ? കാല് പൊക്കി വെച്ച് ഇങ്ങോട്ടോ. പൊക്കി വെച്ച് തറയിൽ പൊങ്ങുന്നുണ്ട്. പൊങ്ങുന്നുണ്ടോ? പൊങ്ങുന്നുണ്ട്. നടന്നോ? നടന്നോ?
ഇപ്പൊ ബലം കിട്ടുന്നുണ്ട്. നേരത്തെ ആ കാല് കുഴഞ്ഞു പോകുമായിരുന്നു, മറിഞ്ഞു പോകുമായിരുന്നു. ഇപ്പൊ ഇങ്ങനെ നിൽക്കുമ്പോഴും നിൽക്കാൻ പറ്റും. നേരത്തെ പിടിച്ചാലും നിൽക്കില്ല. ഇങ്ങനെ രണ്ട് സൈഡ് പിടിച്ച് നിർത്തിയാലേ ഉള്ളൂ. ചേച്ചിയൊക്കെ കൈ ഒന്ന് വിട്ട്. ആ ഇപ്പൊ കുഴപ്പമില്ല. ആരും പിടിച്ചിട്ടില്ല, കുഴപ്പമില്ല. ഈശോ ഇല്ലാന്ന് പറ ചരിത്രമാണ്. കർത്താവായ ഈശോയെ, അങ്ങ് എന്റെ കാലുകളെ ബലപ്പെടുത്തി അനുഗ്രഹിക്കുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈക്ക് തൊടുന്നൊന്നും അറിയില്ലായിരുന്നല്ലേ? ഒന്ന് കൈ തൊട്ട് നോക്കിയാ ചേച്ചി, ആ കൈ തൊട്ട് നോക്കിയാ തൊള്ളി നോക്കിയാ അറിയുന്നുണ്ട്. കൈക്കും സ്പർശനശേഷി ഇല്ലാതിരുന്നതായിട്ടാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പോ അത് തൊടുന്നത് അറിയുന്നുണ്ട്. നുള്ളി നോക്കിയപ്പോ അറിയുന്നുണ്ടോ? ആരാ സുഖപ്പെടുത്തുന്നത്? ഈശോ സുഖപ്പെടുത്തുന്നു. ഈശോ ഉച്ചത്തിൽ പറഞ്ഞേ, ഉച്ചത്തിൽ പറ. ഈശോയെ, അങ്ങ് എന്നെ സുഖപ്പെടുത്തുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഈ അവരുടെ ശബ്ദം കൂടി കർത്താവ് ക്ലിയർ ആക്കി കൊടുക്കുക. നേരത്തെ കൂടെ പറഞ്ഞത് ക്ലിയർ ആയിരുന്നോ? ഇപ്പൊ പറയുന്നത് ശ്രദ്ധിച്ചേ. കർത്താവായ ഈശോയെ, അങ്ങ് എന്നെ സുഖപ്പെടുത്തി അനുഗ്രഹിക്കുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അമ്മ പറയുന്നൊന്നും വ്യക്തമല്ല, പേര് പോലും വ്യക്തമായത്. ഇപ്പൊ പേര് പറഞ്ഞേ. ക്ലിയറായോ? വീട്ടിൽ ആരൊക്കെ ഉണ്ടമ്മ? മക്കളും പേരൊക്കെ ഇടാങ്ങണം. നേരത്തെ ഈ അമ്മ പറയുന്നൊന്നും വ്യക്തമല്ലായിരുന്നു. ഇപ്പൊ പറയുന്ന വ്യക്തമാണോ? 10 മാസമായിട്ട് സംസാരിക്കാതെ ബുദ്ധിമുട്ടിയ അമ്മയാണ്. കൈക്ക് സ്പർശനശേഷി ഇല്ല, കാലിന് സ്പർശനമില്ല. കൈ ഒന്ന് മടക്കി വെക്കുക, വിരലൊന്ന് മടക്കി വെക്കുക. അവിടെ പിടിക്കട്ടെ മടക്കി വെക്കുക. അതല്ല, അല്ലാതെ നോക്കിയേ, ഏതെങ്കിലും വിരൽ അനങ്ങണമെന്ന് നോക്കിയേ. ഒരു വിരൽ അനങ്ങുന്നതായിട്ടാണ് കർത്താവ് പറയുന്നത്. ഒന്ന് നോക്കിയേ. അനക്കി നോക്കിയമ്മ. അനക്കി നോക്കിയേ. ആ ചെറിയ വിരൽ അനങ്ങുന്നതായിട്ടാണ് കർത്താവ് പറയുന്നത്. നോക്കി അനക്കി നോക്കിയേ. എന്തോ അനങ്ങുന്നുണ്ട്. നന്നായിട്ട് നിവർത്തി വെക്ക്. കൈ നിവർത്തിയേ. ഒന്ന് ചേച്ചി പുറകിൽ നോക്കിയേ. അനങ്ങുന്നുണ്ടോ? പിടിക്കാതെ നോക്ക്. അടക്കി. അനങ്ങുന്നുണ്ടോ? ചെറിയ വിരല് അനങ്ങുന്നുണ്ടോ? തള്ളവിരല് അനങ്ങുന്നത്. ഒന്നും അനങ്ങില്ല. അങ്ങനെ കുഴഞ്ഞ് കിടക്കുള്ളൂ. ഈശോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഇനി ഒന്ന് കൈ നിവർത്തി മടക്കി മടക്കി വെക്ക്. ഒരു വിരല് ചെറുതായിട്ട് അനങ്ങുന്നുണ്ട്. ഈ വിരൽ അനങ്ങുന്നുണ്ട്. ഇപ്പൊ നല്ല വേദന ഉണ്ട് കൈക്ക്. നേരത്തെ ഒന്നും തൊട്ട് അറിയില്ല, സൂചി കൊണ്ട് കുത്തി അറിയില്ല. 10 മാസമായിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടാണ് ഈ കൈക്കൊക്കെ ഒരു പിരിവിരിപ്പായിരുന്നു അല്ലേ, മരവിപ്പായിരുന്നു. ഇപ്പൊ മരവിപ്പുണ്ടോ? വേദനയാണോ ഉള്ളത്? നേരത്തെ വേദന അറിയില്ലായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. നേരത്തെ ഇങ്ങനെ ബലം പ്രയോഗിക്കില്ല, ഇപ്പൊ ബലം പ്രയോഗിക്കാൻ പറ്റുന്ന ബലം ഉണ്ട് തോന്നുന്നുണ്ടോ? ഉണ്ട്. നടന്നവിടെ പോയിരുന്ന കരകടിച്ച് നേരത്തെ 2-3 സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഒന്ന് അനങ്ങുള്ളൂ. ഇപ്പൊ ഒരാളുടെ സഹായം കരങ്ങളടിച്ച്